പിള്ളേരെ ആരെങ്കിലും ഉണ്ടോ? അണ്ണാനോട് അതിപ്പോയി ഓടിരിക്കും. അങ്ങോട്ട് ഓടിപ്പോയി. സുഭാഷ് ചേട്ടാ, ഞാനവിടെ കിടക്കുമായിരുന്നു കേട്ടോ. സുഭാഷ് ചേട്ടാ, ഞാൻ ഒരിടം വരെ പോയേക്കുമായിരുന്നു ചേട്ടി. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം. ഞാനവിടെ കിടന്നത് ഉറങ്ങിയൊന്നുമില്ല. അതിനിടയ്ക്ക് മെസ്സേജ് കിട്ടുപോയി. പിന്നെ ഇനി പോകുന്നതാണ് ഞാൻ. എണീറ്റ് 5 മണിയായില്ല ഇനി പോകുന്നു. മക്കൾ രണ്ടാരും TV കാണുന്നു. അച്ഛനാരും ഭയങ്കര ഉറക്കം. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. സുഖം. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഇനി ഒരു 2 ആഴ്ച അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും തണുപ്പിൻ്റെ ലോകത്തേക്ക് ഞങ്ങൾ പോകും. ഇനി എന്തൊക്കെ ജോലി കിടക്കുന്നു എൻ്റെ ദൈവമേ. കുറേ പണികളുണ്ട്. അവളെ അമ്മൂസിനെ ശബരിമലയിൽ കൊണ്ടുപോകണം. മകരകളൊക്കെ കഴിയട്ടെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. തിരക്ക് അല്പം കുറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചില്ല കേട്ടോ. ചായ ഇപ്പോൾ ഇടണം. ഞാൻ മേടിച്ചത് അങ്ങ് നിർത്തിയിട്ടിടാണ്. അപ്പം 46 ഇച്ചിരി നേരം കൂടെ ഒന്ന് ഇരുന്നിട്ടെ ഇടാന്ന് വിചാരിച്ചു. എല്ലാവരും അങ്ങ് പോയി. ജോലിയെല്ലാം കിടക്കുന്നതേ ഉള്ളിന്. ചായയൊക്കെ കുടിച്ചോ? സുഭാഷേട്ടൻ ചായയൊക്കെ കുടിച്ചോ? ആരുമില്ല, എല്ലാവരും അങ്ങ് പോയി. ഞാൻ ചായ കുടിച്ചില്ല. നൈറ്റ് ലൈവ് ഉണ്ട് ചേട്ടാ. നൈറ്റ് ലൈവ് ഇടും. താമസിക്കുന്നാലും ഞാൻ വരും കേട്ടോ. നൈറ്റിൽ ലൈവിൽ വരും. അല്ല പറ്റത്തില്ല. ഞാൻ മറ്റേ രാവിലെയും വൈകിട്ടും വന്നോണ്ടിരുന്നില്ല. ഇപ്പം സമയം കിട്ടാത്തതുകൊണ്ടല്ലേ താമസിച്ചു പോയി. ഇപ്പം ടൈം കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ കൊണ്ടുവന്ന് അങ്ങ് ഓണാക്കി അങ്ങ് വെക്കുക. ഇനിയിപ്പം നാട്ടിൽ പോകാനായി വരുന്നില്ലേ. രാവിലെയും വൈകിട്ടും ഒക്കെ ആക്കണം. നോക്കാം. എന്തായാലും ഉണ്ട്. രാത്രി എന്തായാലും ഉണ്ട്. കൃഷ്ണ നൈറ്റ് ലൈവിൽ. ഓക്കെ ചേട്ടാ. പൊക്കോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം ഞാൻ. ആരെങ്കിലും വരുന്നോ നോക്കാം. നോക്കിയിട്ട് പിന്നെ നിർത്താമെന്ന് വിചാരിച്ചു. ഓക്കെ ചേട്ടാ. കാണാം കേട്ടോ. ബൈ. ടേക്ക് കെയർ. ബൈ.